കേരളത്തിൽ മതേതരത്വം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടും സാഹോദര്യത്തോടും ജീവിക്കുന്ന ഒരു ഏരിയയാണ് മലബാർ മേഖല. ആ മലബാർ മേഖലയിൽ ഹൈന്ദവരുടെ വിശ്വാസപ്രകാരമുള്ള മഹാകുംഭമേള നടക്കുകയുണ്ടായി. മതേതരത്വവും സാഹോദര്യവും ഉടലെടുത്തുകൊണ്ടാവാം ഒരു പ്രശ്നവുമില്ലാതെ അവിടെ ആ മഹാകുംഭമേള വളരെ സുഖസുന്ദരമായി അവസാനിച്ചു. ആ കുംഭമേളയുടെ സമാപന ചടങ്ങിൽ ആ മലബാർ മണ്ണിൻ്റെ മാറത്ത് കുത്തി പരിക്കേൽപ്പിച്ചുകൊണ്ട് ഒരു വർഗീയ ഹിന്ദുത്വ തീവ്രവാദി ഇപ്രകാരം പ്രസംഗിക്കുകയുണ്ടായി. എന്താണെന്ന് നമുക്ക് കേൾക്കാം. മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമോ? ഉണരൂ, ഉണർന്ന് പ്രവർത്തിക്കൂ. ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത്. ഇസ്ലാമിക രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രഖ്യാപനം നടക്കുന്നു. ഞാൻ ഇവിടെ വരാൻ പോകുന്നത് ശരീഅത്ത് കോടതിയാണെന്ന് അവർ പറയുന്നു. കേട്ടില്ലേ? സാധാരണ കാഷായ വസ്ത്രം ധരിച്ചവർ ലോകത്തിലെ സകല സുഖ സൗകര്യങ്ങൾ വെടിഞ്ഞുകൊണ്ട് ബന്ധങ്ങളെയും സ്വന്തങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് എല്ലാ മനുഷ്യരോട് സ്നേഹം മാത്രം വെച്ചുകൊണ്ട് ആരോടും വിദ്വേഷവും വെറുപ്പോ ഇല്ലാതെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ എത്തിച്ചേരുന്നു എന്ന് മനസ്സുകൊണ്ട് പ്രതിജ്ഞ എടുത്തിട്ട് വേണം ഇതുപോലെയുള്ള കാഷായ വസ്ത്രം ധരിക്കുവാൻ. അങ്ങനെയുള്ളവന് മാത്രമേ ദൈവ ചൈതന്യം കിട്ടുകയുള്ളൂ. സ്വാമി വിവേകാനന്ദനെ പോലെയുള്ളവർ, അങ്ങനെയുള്ള ആത്മീയ വര്യന്മാർ ഇപ്പോൾ വളരെ വിരളമാണ്. ഇവിടെയെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെയുള്ള തീവ്രവാദി സ്വാമികളെയാണ്. ഇയാൾ ഇവിടെ പറഞ്ഞൊരു കാര്യം, ഇന്ത്യ ഇസ്ലാമിക് രാഷ്ട്രമാകുമെന്നും ശരീഅത്ത് നിയമം വരും എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഇയാളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് സ്വന്തം സിരകളിൽ രക്തം തിളച്ചുകൊണ്ട് ഇസ്ലാം മതക്കാരോട് വെറുപ്പ് തോന്നിക്കൊണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. എന്നാൽ നിങ്ങളൊന്നറിയണം, ഇന്ത്യ ഒരിക്കലും ഇസ്ലാമിക രാഷ്ട്രം ആവില്ല. കാരണം ഇതൊരു മതേതരത്വം ഉൾക്കൊണ്ട രാജ്യമാണ്. ഹിന്ദുവെന്നോ മുസൽമാനെന്നോ അല്ലെങ്കിൽ മറ്റുള്ള മതക്കാരെന്നോ അവർക്കാർക്കും ഇവിടെ ഇത് ഞങ്ങളുടെ മാത്രം മണ്ണാണെന്ന് പറയാൻ അധികാരമില്ല. കാരണം ഈ മണ്ണിന് വേണ്ടി പോരാടി മരിച്ചവർ എല്ലാ മതത്തിൽപ്പെട്ടവരുമുണ്ട്. പിന്നെ എങ്ങനെയാണ് ഒരാൾക്ക് മാത്രം ഇത് സ്വന്തമാവുക? അങ്ങനെ ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വെറും നിങ്ങളെ മുതലെടുക്കുവാൻ വേണ്ടി നിങ്ങളെ ഭയപ്പെടുത്തുന്നതാണ്. പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്ത തന്ത്രം. ശരി, നമുക്കിവിടെ ഇയാൾ ശരീഅത്ത് നിയമം എന്നിവിടെ പറഞ്ഞതുകൊണ്ട് എന്താണ് ശരീഅത്ത് നിയമം നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് ശരീഅത്ത് നിയമം? അതിനൊരു വീഡിയോ ഞാനിവിടെ കാണിക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് ഈജിപ്തിലെ ഒരു കോടതിയാണ്. ഇവിടെ കുറ്റവാളി തോഹ എന്നൊരു മുസൽമാനാണ്. വിധിക്കുന്ന ജഡ്ജിയും ഒരു മുസൽമാനാണ്. ഈ തോഹ എന്ന് പറഞ്ഞ ആൾ സ്വന്തം മാതാവിനെ കഴുത്ത് നെരിച്ച് കൊന്നുകളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ജഡ്ജി അയാളുടെ മുമ്പിൽ പരിശുദ്ധമായ ഖുർആന്റെ സൂറത്തുൽ ഇസ്രാ 17-23 വാക്യം ഓതിക്കൊടുക്കുകയാണ്. ഇപ്രകാരം പരിശുദ്ധ ഖുർആന്റെ മനോഹരമായ വാക്കുകൾ. എന്താണ് ഇതിന്റെ അർത്ഥം? പരിശുദ്ധ ഖുർആൻ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ വേണ്ടി ഒരുപാട് ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം മാത്രമാണിത്. എന്താണ് ഇതിൽ പറയുന്നത്? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും അവരിൽ ഒരാളോ രണ്ടുപേരോ നിന്റെ അടുക്കൽ വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ അവരോട് ചെയ്യുന്ന വാക്കുപോലും ഉച്ചരിക്കരുത്. അവരോട് കയ്യിറക്കരുത്. അവരോട് മാന്യമായി സംസാരിക്കുക. കാരുണ്യത്തോടുകൂടി വിനയത്തിന് അവർക്ക് താഴ്ത്തിക്കൊടുക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്റെ രക്ഷിതാവേ, അവർ ചെറുതിൽ എന്നെ വലുതാക്കിയതുപോലെ നീ അവരോട് കരുണ കാണിക്കണം എന്ന് നീ ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇതാണ് ശരീഅത്ത് നിയമം.